ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എങ്ങും പോകുന്ന വെള്ളിയാഴ്ച അല്ലായിരുന്നു. ഇന്ന് എങ്ങും എഴുന്നേറ്റപ്പോഴും കുറച്ച് ലൈറ്റായിപ്പോയി. അപ്പോൾ ഇന്ന് എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ബർത്ത്ഡേയുടെ വീഡിയോസൊക്കെ ഇട്ടതിനകത്ത് നിങ്ങൾ കണ്ടില്ലേ കുളിക്കാൻ പോകുന്ന സ്ഥലം. അവിടെ പോയി രാവിലെ തലയിൽ എണ്ണയൊക്കെ ഇട്ട് താളിയൊക്കെ തേച്ച് കുളിച്ച് റൂമിൽ വന്ന് അങ്ങനെ ഇരുന്ന് വിളക്കെല്ലാം കത്തിച്ച് അങ്ങനെ മടി പിടിച്ചു എങ്ങും പോകുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് തൊട്ടടുത്ത് നമുക്കൊരു ആശ്രമമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഫുഡ് എടുക്കുന്നത്. ചില സമയത്തൊക്കെ അവിടെ പോയി ഫുഡ് എടുക്കും. എങ്ങും പോകാത്ത ദിവസം അവിടെ നിന്ന് ഫുഡ് എടുക്കും. അവിടെ ചോറ്, സാമ്പാർ, തോരൻ, എല്ലാം പപ്പടം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, അവിടെ പോയി കണ്ണൻ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് എനിക്കുള്ള ഫുഡ് കൊണ്ടുപോകും. ചിലപ്പോൾ ഞാൻ പോകും, എനിക്ക് നല്ല മൂടാണെങ്കിൽ ഞാൻ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകത്തില്ല, അവിടെ തന്നെ ഇരിക്കും. കാരണം ഇന്ന് യാത്രയൊക്കെ ചെയ്ത് കുറേ ദിവസമൊക്കെ കഴിയുമ്പോൾ ഞാൻ 2 ദിവസം അടുപ്പിച്ചൊക്കെ ട്രാവൽ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ ടെൻഷനാണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യത്തില്ല, ഞാനങ്ങ് മടിയാവും എനിക്ക് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വെറുതെ അങ്ങനെ ഇരുന്നപ്പം എന്നിട്ട് അപ്പോൾ കണ്ണൻ ചോറ് കൊണ്ടിട്ട് വന്നു. ഞാൻ ചോറും കഴിച്ചില്ല. എന്നിട്ട് എന്ത് ചെയ്തു, ഒരു നാരങ്ങ വെള്ളവും കുടിച്ചിട്ട് എന്നാൽ നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളിങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോൾ അടിപൊളി ഒരു സ്ഥലം. അവിടെ അമ്പലം ഉണ്ടെന്നോ അങ്ങനെ ഉണ്ടെന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ തനിയെ ഇങ്ങി വന്നതാണ്. അപ്പോഴാണ് ഭയങ്കര ഒരു സർപ്രൈസ്. അപ്പോൾ ആ സർപ്രൈസ് നിങ്ങൾക്ക് കൂടെ എന്ത് ചെയ്യാം, കാണിച്ചു തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഞാൻ ഇനി വരും ദിവസങ്ങളിൽ എനിക്കൊരു വീഡിയോ ചെയ്യണം. ഞാനൊന്ന് സ്വസ്ഥമായിട്ട് വേണം വീഡിയോ ചെയ്യാൻ. ആഭിചാരത്തെക്കുറിച്ചൊരു വീഡിയോ എന്ത് ചെയ്യണം, എനിക്ക് ചെയ്യണം. ആഭിചാരം എന്ന് പറഞ്ഞാൽ ആഭിചാരം ഉണ്ട്, ആഭിചാരം ചെയ്താൽ ഫലിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. ഞാൻ ആദ്യമൊന്ന് സ്വസ്ഥമായിട്ട് വേണം എനിക്ക് ആ വീഡിയോ ചെയ്യാൻ. ഞാൻ അതിനെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിക്കുന്നു, അതിനെക്കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് തന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി വിശേഷങ്ങളൊക്കെ എന്ത് ചെയ്യാം വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ഞാൻ കുറച്ച് നേരം ഇവിടെ ധ്യാനിച്ചിരിക്കട്ടെ. കണ്ണൻ പോയിട്ട് വീഡിയോയൊക്കെ എടുത്ത് അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം കാണിച്ചു തരാം. ഓക്കെ കണ്ണാ, ഹാപ്പിയാണോ? കണ്ണാ ഇഷ്ടപ്പെട്ട ഇവിടെ? പിന്നെ അടിപൊളി. ഇതൊരു ഹിൽ ടെമ്പിളാണ്. ഇത് ഗുഹാക്ഷേത്രമുണ്ട്. ഇതിൻ്റെ ഫ്രണ്ട് എൻട്രൻസ് ആണ്. ഇത് ശിവയാണ് ഇരിക്കുന്നത്. ശിവ, ഗണപതി, സരസ്വതി, പിന്നെ ശിവ പാർവതി, അയ്യപ്പ, പിന്നെ മറ്റുള്ള ആളുകൾ. ഇതിൽ ഏറ്റവും നടുക്കിരിക്കുന്നത് ശിവനും പിന്നെ സർപ്പവുമാണ്. അതായത് നാഗലിംഗം എന്നൊക്കെ പറയില്ലേ, അതാണ്. ഗുഹാക്ഷേത്രമാണ്. കാടിനുള്ളിലാണ്. ഇത് ഫസ്റ്റ് എൻട്രൻസ് ആണിത്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഭയങ്കര ഹില്ലാണിത്, കണ്ട ഹിൽസാണ്. ഈ ഹില്ലിൻ്റെ ഏറ്റവും സെൻറ്ററാണ് ഈ ലിംഗം ഇരിക്കുന്നത്. കംപ്ലീറ്റ് ഹിൽസാണ്. മൊത്തം ചുറ്റോട് ചുറ്റും ഹിൽസാണ്. പിന്നെ തോട്ടങ്ങൾ, വാഴ, മറ്റുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട്. ഉള്ളി, പിന്നെ വലിയ ഉള്ളിയൊക്കെ ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കണേ. ഇത് പഴയ റോഡാണ്. ഇവിടെ ഒരു സ്വാമി ഈ മലയുടെ ഈ ഹിൽസിൽ വന്ന് ഏറ്റവും താഴ്വാരത്ത് വന്ന് ഇരുന്ന ഒരു സ്ഥലവും കൂടിയാണിത്. അങ്ങനെ സ്വാമി പോയപ്പോൾ ഒരു അങ്ങനെ കർണാടകയിലുള്ള ചേട്ടന് കൊടുത്തിട്ട് സ്വാമി പോയതാണ് ഇവിടുന്ന്. പിന്നെ അറിയില്ല അതിനെക്കുറിച്ച്. എൻ്റെ മയിൽ കണ്ട
മയില് നടക്കണണ്ട കണ്ട. കാണാൻ പറ്റണ്ട മയില് കണ്ട. മൊത്തം ഉണ്ട്, 2 മയിലാണ്. അതങ്ങാട് പോണേ. അങ്ങനെ ആ സ്വാമി അദ്ദേഹത്തിന് ഈ സ്ഥലം ഏൽപ്പിച്ചു. സ്വാമി പറഞ്ഞിട്ടുണ്ടായി ഇങ്ങനെ ആളുകൾ വരും, അപ്പോൾ നീ ഇത് നോക്കി നടത്തണം, അതിലൂടെ നിനക്ക് ഉയർച്ചകളെല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം അത് വളരെ കഷ്ടപ്പെട്ട് തന്നെ ഇത് ആദ്യം കുടിലായിരുന്നു, പിന്നെ അതെല്ലാം മാറ്റി ഇപ്പം ഇങ്ങനെയായി. പിന്നെ ജനങ്ങളെല്ലാം സഹകരിച്ച് അമ്പലം പണിത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഫോറസ്റ്റാണ്, പക്ഷെ അദ്ദേഹമാണ് ഇതിൻ്റെ ഓണർഷിപ്പ്. ഫോറസ്റ്റ് ആണെങ്കിലും ഓണർഷിപ്പ് അദ്ദേഹത്തിനാണ്. ഹിൽ ടെമ്പിളാണ്, ഗുഹാക്ഷേത്രമാണ്. ഭയങ്കര മഴക്കാലത്ത് വെള്ളം ഒഴുകും ഇങ്ങാട്. ഇപ്പം ഇല്ല, മഴ ടൈം. പിന്നെ ആന ഇറങ്ങുന്ന സ്ഥലം കൂടി. എങ്ങനെയുണ്ട് ചക്ക്? അതായത് നമ്മുടെ കേരളത്തിനകത്തൊന്നും ഇങ്ങനെ ഇത്രയും നല്ല പോസിറ്റീവ് അല്ല, ഇങ്ങനെയുള്ള അമ്പലം കേരളത്തിലൊന്നും ഇല്ല. ഇവിടെയൊക്കെ ഉള്ളു പാറ അങ്ങനെയൊക്കെ. ഇവിടെ ഒരു പാറ, മലയുടെ അത് ഭയങ്കര പാറയാണ്, ഭയങ്കര ഹിൽസാണത്. ഇതിന് വലിയ ഹിൽസൊക്കെ ഉണ്ട്, എന്നാലും നല്ല ഹിൽസാണ്. ഹിൽസിൻ്റെ താഴെയാണ് ഈ അമ്പലം വന്നിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ശിവനാണ് ഇവിടെ ഉള്ളത്, ശിവഭഗവാനാണ്. ശിവൻ്റെ ഒരു ആറ്റം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അമ്പലം നല്ല അടിപൊളിയാണ്. അധികം ആളുകളൊന്നും ഇവിടെ അങ്ങനെ എത്തിപ്പെടാറില്ല, അപൂർവം ചിലർ മാത്രമേ എത്തിപ്പെടാറുള്ളൂ. ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിലെ വഴിയുണ്ട്, ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകാനും. അവിടെ അമ്പലം ഉണ്ടെന്ന് തോന്നട്ടോ, അതിൻ്റെ മുകളിൽ അങ്ങോട്ട് പോകാനുള്ള വഴിയെല്ലാം ഉണ്ട്. ഇതിൻ്റെ മുകളിൽ അമ്പലം ഉണ്ടെന്നാ തോന്നുന്നു. അങ്ങോട്ടൊരു വഴി ഫോറസ്റ്റ് ആണ്. അല്ല, അവിടെ ഒരു ഓഫീസുണ്ട്. ഞാൻ കണ്ടു ഫോറസ്റ്റ് പച്ച ഗ്രീൻ. അവിടെ ഒരു ഇതുണ്ട്, ഇതൊരു പാറയാണത്. എല്ലാം ചെയ്യാം. അവിടെയൊക്കെ നടക്കാനും ഒക്കെ പോയി ഇരിക്കാനും ധ്യാനം എടുക്കാനൊക്കെ ഫസ്റ്റ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇവിടെ വരണം. ഞാൻ ഇവിടെ വന്നാലും ഓക്കെയോ, വന്നിരുന്ന് ജപിച്ചിരുന്ന് കണ്ണനും ജപിച്ചിരുന്നു. ഇതൊരു പാറയാണ്. കിടന്നു ചക്ക കിടന്നു ശാന്തി എടുക്കണ. ബാഗ് എവിടെ വെച്ച്? കൊള്ള അവിടെ വെച്ചാ. എന്തൊരടി എന്തൊരടി. ഏതാ? കാഞ്ഞിരമരം, 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 വേപ്പ്, കാഞ്ഞിര, ആല്, ചക്ക, മാങ്ങ, പ്ലാവ്, ക്ലീവ്. ചക്ക ശാന്തി എടുക്കണേ.
ഒരു പടകളും ഇല്ല, കേരളത്തിലെ പോലെ ഒരു പടയില്ല ഇവിടെ, ഒന്നുമില്ല, ഒന്നും കാണാനില്ല. ഈ പാറ ഫുൾ പോസിറ്റീവാണ്, ഇവിടെ ശാന്തി സമാധാനം എല്ലാം കാരണം. പ്രത്യേകിച്ച് ഇതൊക്കെ എൻ്റെ ലൈഫിലെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുകയാണ്. എൻ്റെ ഇതൊക്കെ ശരിക്കും അതായത് മുൻജന്മത്തിൽ കിട്ടണ ആളുകൾക്ക് ഇത് കിട്ടുള്ളൂ. അപ്പൊ മുൻജന്മത്തില് നമ്മൾ രണ്ടും എന്തോ ഇതായിരിക്കും, മനസ്സിലായോ? അതാ അങ്ങനെ, അതുകൊണ്ടിട്ട് ഇങ്ങനെ നമുക്ക് പുണ്യം ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ എന്തായാലും നമ്മൾ ആരെയും ദ്രോഹം ചെയ്യാനുള്ള ദ്രോഹിക്കണമില്ല. അതുകൊണ്ടിട്ടാണ് ഭഗവാന്റെ അടുത്ത് തന്നെ വരാൻ നമുക്ക് പറ്റുന്നത്, മനസ്സിലായോ? അതെ അതെ, ദ്രോഹം ചെയ്യുന്ന ആൾക്കാർക്കൊന്നും, നെഗറ്റീവുള്ള ആളുകൾക്കൊന്നും ഇതേപോലെ ഒന്നും വരാൻ. ഈ യാത്രയാണെങ്കിലും നമ്മളൊന്നും പ്ലാൻ ചെയ്യരുത്. നമ്മൾ എപ്പോഴും എന്താ പറയാ, സർപ്രൈസ് ആകണം. ഇന്ന് രാവിലെ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല ഈ സ്ഥലത്ത് ഭയങ്കര ശാന്തത. എവിടെ ഇത് ഒരു ഫുള്ള് വേപ്പാണ്, ആര്യവേപ്പാണ്. ഇത് കണ്ട ഭയങ്കര, എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ആര്യവേപ്പ് കുറവാണ്. ചകട മീൻസ് അല്ല, സിനിമയിലെ മറ്റേ ജഗതി പറയുന്ന നീ ഹിന്ദി അറിയത്തില്ല, ചകടയൊന്നും ഇല്ല ഇവിടെ, ഒരാളും അലമ്പിനെ ശല്യത്തിൽ. അപ്പൊ എല്ലാവരും ശാന്തി എടുക്കുക. ഇനിയിപ്പോ എനിക്ക് ഫ്രഷ് ആകണം. ഭഗവാനെ കാണിച്ചു തരാം, സ്റ്റാച്ചു ഇട്ടിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതൊരു കിണറാണ്, കണ്ട, ആദ്യത്തെ കിണറാണ് ഇവിടെ. എന്നുവെച്ചാൽ കരിങ്കല്ല് പൊട്ടിച്ചാണ് ഇത് റെഡിയാക്കി എടുത്തേക്കണത്. ഇവിടെ സെൻറ്റർ കണ്ട, ഏറ്റവും ആഴത്തിലാണ് വെള്ളം ഉള്ളത്. കല്ലാണിത്, കരിങ്കല്ല് നിർമ്മാണം. ഇത് മഴക്കാലത്താണ്, ഉറവുണ്ട്, എന്നാലും മഴക്കാലത്താണ് കൂടുതലും വെള്ളം ഉണ്ടാകുന്നത്. ഫസ്റ്റ് കിണറാണിത്, എന്താ ഇവിടുത്തെ. നാട്ടില് ഉള്ള ദേവിയാണ്, ഭഗവാനെ നോക്കിയാണ്. നാഗമാണ്, കണ്ട, നാഗം ചുറ്റിയിരിക്കണേണ് ഭഗവാനെ. നാഗേശ്വര ലിംഗം എന്നാണ് പേര്. ഭയങ്കര പോസിറ്റീവുള്ളൊരു സ്പേസാണ് കേട്ടോ. എനിക്ക് ഇതിൻ്റെ ബാക്കിലുള്ള ഹിൽസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട മല. നമ്മളിവിടെ നിൽക്കുമ്പോഴേ അതിലേക്ക് മലയിലേക്ക് ഇങ്ങനെ നോക്കുമ്പോഴേ നമുക്ക് ഭയങ്കരമായ നമ്മുടെ അകത്ത് നിന്ന്, അതായത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്തോ ഒരു സംഭവം ഇങ്ങനെ, എന്താ എങ്ങനെ ഞാൻ പറയണേന്ന് എനിക്കറിയില്ല. അത് നമ്മൾ ധ്യാനത്തിലൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് വരുന്നൊരു പീസ്ഫുള്ള് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര പോസിറ്റീവാണ് ഇവിടെ, ഭയങ്കര പോസിറ്റീവാണ്, ഒരു രക്ഷയില്ല, ഭയങ്കര പോസിറ്റീവ്. പിന്നെ മയില്, ആന, പിന്നെ ഇവിടെ ചീറ്റപ്പുലിയുണ്ട്, പിന്നെ വേറെ ഒന്നും അങ്ങനെ ശല്യം. പിന്നെ കാട്ടിലെ പശുക്കളുണ്ട് കേട്ടോ ഇവിടെ നിറയെ. അതിപ്പോൾ ഇത് എല്ലാ ഏരിയയിലും പോയിട്ട് അവർ അതിങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് ഇതേപോലെ ഇവിടെ വരുമെന്നാണ് പറയണത് രാത്രിയാകുമ്പോൾ. പിന്നെ ഇവിടെ ആന അങ്ങനെ വന്ന് ശല്യം ചെയ്യാറില്ല, പക്ഷെ ആന വരും പോകും. ആന വന്ന് ഇങ്ങനെ ഇവിടെ വന്ന് ഈ സ്പേസിൽ, ഇവിടെ ഇങ്ങനെ ഈ സ്പേസിൽ ഇങ്ങനെ ആന ചുറ്റോടും ഇങ്ങനെ ഫുള്ള് രാത്രി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇവിടെ സ്വാമി പറയുന്നത്, ഇവിടുത്തെ പൂജാരി പറയുന്നത്, ആന ഇങ്ങനെ ചുറ്റും ഇങ്ങനെ കൂട്ടം കൂടി ഇവിടെ വന്ന് നിന്നിട്ട് കുറേ നേരം അതിങ്ങനെ നിന്നിട്ടാണ് ഇവിടുന്ന് പല സ്ഥലങ്ങളിലേക്കും പാസ് ചെയ്യണമെന്ന്, എല്ലാ തോട്ടങ്ങളിലേക്കും പോകുമെന്ന് പറയും. പിന്നെ അതുങ്ങൾ വെളുപ്പിന് ഒരു 4-4:30 ആകുമ്പോൾ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സന്തോഷം സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കുക, പ്രാർത്ഥിക്കുക, നല്ലതേ വരൂ. സന്തോഷം.